അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെറ്റി ക്യാഷ് ബുക്ക്. കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ പേയ്മെൻറ്റ്സുകൾ നടത്തുന്ന ഒരു ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ്സിനെയും ഒരുപാട് ട്രാൻസാക്ഷൻസുകൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് സബ്സിഡിയറി ബുക്കിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷേ ഈ സ്മോൾ പേയ്മെൻറ്റ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പം ക്യാഷ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പേയ്മെൻറ്റ്സും ഒരുപാട് കാര്യങ്ങൾ ക്യാഷ് ബുക്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുണ്ട്. അതിന് പുറമേ നമ്മൾ സെപ്പറേറ്റ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓൾ സച്ച് സ്മോൾ പേയ്മെൻറ്റ്സുകൾ മാത്രമാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിലൊരു ബാലൻസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പെറ്റി ക്യാഷ് ബുക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ സ്മോൾ പേയ്മെൻറ്റ്സിനെയാണ് അല്ലെങ്കിൽ സം ഓഫ് മണി ഗിവൺ ടു ദ പെറ്റി ക്യാഷിയർ ഫോർ എ മേക്കിംഗ് സ്മോൾ പേയ്മെൻറ്റ് ഈസ് കോൾഡ് പെറ്റി ക്യാഷ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഈ ക്യാഷിയർ മൊത്തത്തിലൊരു ഒരു പണത്തെ നമ്മൾ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്മോൾ പേയ്മെൻറ്റ്സുകൾ നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, പെറ്റി ക്യാഷ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പേയ്മെൻറ്റ്സുകളെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഒരു പെറ്റി ക്യാഷ് അവിടെ ഉണ്ടാവും, അഥവാ മെയിൻ ക്യാഷിയർ പെറ്റി ക്യാഷിയർക്ക് ഒരു അഡ്വാൻസ് തുകയായിട്ട് കൊടുക്കും. ഇപ്പോൾ 100 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസത്തിൽ 100 രൂപ അഡ്വാൻസ് ആയിട്ട് മെയിൻ ക്യാഷിയർ പെറ്റി ക്യാഷിയർക്ക് കൊടുത്തു. എന്നിട്ട് ആ 100 രൂപ എന്ത് ചെയ്തു, ആ 100 രൂപയ്ക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വന്നു, അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. അങ്ങനെ ടോട്ടലി ഒരു 70 രൂപയ്ക്ക് ലയബിലിറ്റി അല്ലെങ്കിൽ എക്സ്പെൻസ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ 100-ന് നമ്മൾ എന്ത് ചെയ്യാണ്, 70 രൂപ മൈനസ് ചെയ്തിട്ട് ബാലൻസ് ക്യാരിഡ് ഓൺ ആയിട്ട് 30 രൂപ അവിടെ കാണിക്കുക ചെയ്യുന്നത്. പിന്നെ അടുത്ത മാസം അല്ലെ 1-ാം തീയതി ഈ 30 രൂപ അവിടെ ബാലൻസ് ഉണ്ടല്ലോ, ബാക്കി ഈ മെയിൻ ക്യാഷിയർ 70 രൂപയായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു മെയിൻ്റെനൻസ് ആയിട്ടുള്ളൊരു ബാലൻസ് അവരെപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഈ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ 100 രൂപ എന്നുള്ളതാണ് അവിടെ മെയിൻ്റെനൻസ് ക്യാഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെറ്റി ക്യാഷ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാലൻസ് എമൗണ്ട് ആണ് മെയിൻ ക്യാഷിയർ ആൾക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതാണ് പെറ്റി ക്യാഷ്. ചെറിയ ചെറിയ എമൗണ്ട്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പേയ്മെൻറ്റ്സുകൾ നമ്മൾ നടത്തുന്ന അതിൽ അതാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞുള്ള ഇംപ്രസ് സിസ്റ്റമാണ്. ഇംപ്രസ് സിസ്റ്റം ഈ പെറ്റി ക്യാഷ് ബുക്ക് നല്ല കണക്ഷനാണ്. കാരണം എന്താ, ഈ പെറ്റി ക്യാഷ് ബുക്കിൽ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. അഥവാ ഈ ഇംപ്രസ് സിസ്റ്റത്തിൻ്റെ പെറ്റി ക്യാഷ് ബുക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇംപ്രസ് സിസ്റ്റം കേട്ടോ. അത് ഈ പറഞ്ഞത് തന്നെയാണ്, എക്സാമ്പിൾ സഹിതം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അതുതന്നെയാണ്. കാരണം നമ്മൾ ബാലൻസ് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവിടെയും പറയുന്നത്. അപ്പോൾ ഇവിടെ 70 രൂപ എന്നത് എക്സ്പെൻസാണ്, 30 രൂപയുള്ള അവിടെ ബാലൻസ് വന്നിട്ടില്ലേ. ബാലൻസ് ക്ലോസിംഗ് ടൈമിൽ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് 30 രൂപയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് വീണ്ടും നമ്മൾ 70 രൂപയാണ് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടലി 100 രൂപ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് ഇംപ്രസ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ മെയിൻ ക്യാഷിയർ പെറ്റി ക്യാഷിയർക്ക് ഇതിൻ്റെ ബാലൻസാണ് പിന്നീട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നോക്കുക, ഇല്ലുസ്ട്രേഷൻ 3 കേട്ടോ. ആ ഇല്ലുസ്ട്രേഷൻ 3-ലുണ്ട് പറഞ്ഞത്, അത് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരും കേട്ടോ നിങ്ങൾക്ക്. ക്യാട്ടേജ്, പോസ്റ്റർ, ടെലഗ്രാംസുകൾ, കൺവെയൻസ്, എൻ്റർടൈൻമെൻറ്റ്സ്, മിസലേനിയസ്, ഇതൊക്കെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഇതൊക്കെയാണ് പെറ്റി ക്യാഷിൽ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാറുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതും എങ്ങനെയാണ്, ചെക്ക് ബൈ ഒക്കെ നമുക്ക് ക്യാഷായിട്ടും ചെക്കായിട്ടൊക്കെ നമുക്കിത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ചെക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാങ്ക് കോളം കൂടി ഇതിൽ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ബാങ്ക് കോളം കൊടുക്കുമ്പോഴാണ് നമ്മൾ ട്രിപ്പിൾ കോളം ആയിട്ട് നമുക്ക് ക്യാഷ് ബുക്കായിട്ട് നമ്മൾ പരിഗണിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത് പഠിക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എങ്ങനെ 2 രീതിയിലും നമുക്ക് പെറ്റി ക്യാഷിൻ്റെ അഡ്വാൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക.
ഓക്കെ, ഇതിൽ മെയിൻ ക്യാഷ് ബുക്ക് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് റൈറ്റിംഗ് ബൈ പെറ്റി ക്യാഷ് അക്കൗണ്ട് കേട്ടോ. പെറ്റി ക്യാഷ് അക്കൗണ്ട്സിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ്, കാരണം പേയ്മെൻറ്റ്സുകളാണ് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ പെറ്റി ക്യാഷ് അക്കൗണ്ട്സ് ബൈ ആയിട്ട് അല്ലേ ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കുന്നത്, ടു ആയിട്ട് ക്യാഷ് അക്കൗണ്ട് ആയിട്ടാണ് ഡെബിറ്റ് സൈഡിൽ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ടു ബാങ്ക് അക്കൗണ്ടും കൊടുക്കാറുണ്ട്, ടു ക്യാഷ് അക്കൗണ്ടും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ക്യാഷ് ആണെങ്കിലും ചെക്ക് ആണെങ്കിലും റിസീവ് ചെയ്തു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഇത് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കും ഇംപ്രസ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി കേട്ടോ. പെറ്റി ക്യാഷ് ബുക്കിൽ ഇതിൻ്റെ ഒരു രീതിയാണ്. സൺട്രീസ് ആസ് എ പെറ്റി ക്യാഷ് ബുക്ക് ആയിട്ട് നമ്മൾ കൊടുക്കാറ്, സൺട്രി ആയിട്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ സൺട്രി ആസ് പെർ പെറ്റി ക്യാഷ് ബുക്ക് എന്നാണ് നമ്മൾ ബൈ ആയിട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ പേര്. എക്സ്പെൻഡിച്ചറായിട്ട് മീൻസ് പേയ്മെൻറ്റ്സ് ആണ് കൂടുതൽ നമ്മൾ കിടക്കുന്നത്, അത് ക്രെഡിറ്റിന് കൊടുക്കുകയാണെങ്കിലാണ് ഈ സൺട്രി കേട്ടോ. ഞാൻ മനസ്സിലാക്കുക, സൺട്രി പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്രെഡിറ്റിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൺട്രി ആസ് പെർ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് ബൈ ആയിട്ട് കൊടുക്കും കേട്ടോ. ക്യാഷ് ടു ക്യാഷും ടു ബാങ്കൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിലും കൊടുക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല, അപ്പോൾ അതുപോലെ സൺട്രി പെറ്റി ക്യാഷ് ബുക്ക് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 3 ഒന്ന് നമുക്ക് ചെയ്തോ നോക്കണം, ഞാനൊന്ന് ചെയ്തു തരാം കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബാക്കി തിയറി ഭാഗമൊന്ന് നമുക്ക് പറയാം, മറ്റേത് റെക്കോർഡിക്കലി നമുക്കൊന്ന് ഞാൻ ചെയ്തു തരും കേട്ടോ. ഓക്കെ, ഓക്കെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് എ ബാങ്ക് ആണ് കേട്ടോ. വാട്ട് ഈസ് എ ബാങ്ക്? ഈ പെറ്റി ക്യാഷിൻ്റെ ഇല്ലുസ്ട്രേഷൻ 3 ഉണ്ടല്ലോ, ഇല്ലുസ്ട്രേഷൻ 3 എനിക്ക് ഞാൻ ഇന്നലെ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇല്ലുസ്ട്രേഷൻ 2 അതൊന്ന് ചെയ്യാം കേട്ടോ. 3 ഞാൻ നിങ്ങൾക്ക് നാളെ ഒക്കെ ആയിട്ട് ഞാൻ ചെയ്ത് വിടും, അതിന് ശേഷം പറയാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് എ ബാങ്ക് കേട്ടോ. ബാങ്ക് എന്താണ് ബാങ്ക് അറിയാലോ അല്ലേ? ബാങ്ക് എന്ന് പറയുന്നത് എന്താ? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ട് വേണ്ട ആളുകൾക്ക് ലോൺസും അഡ്വാൻസസും കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? ബാങ്ക് എന്ന് പറയുന്നത്. നോക്കാം, എക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് ബാങ്ക് അല്ലേ. ഒരു പ്രൈമറി ഫങ്ഷനാണ് ബാങ്കിൻ്റെ, പ്രൈമറി ഫങ്ഷനാണ് എക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ലോൺസും അഡ്വാൻസസുകളും കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പേയ്മെൻറ്റ്സ് പേബിൾ ഓൺ ഡിമാൻഡ്, ഡെപ്പോസിറ്റ് ഓൺ ദിസ് റീപേബിൾ ഓൺ എ സ്പെസിഫൈഡ് പീരിയഡ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് പീരിയഡിന് റീപേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട്, ഡിമാൻഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ദെൻ അതുപോലെ ഇതിന് ബാങ്ക് പേസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എ ഡെപ്പോസിറ്റ്, എന്താണ് ഡെപ്പോസിറ്റ്സിന് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ലെൻഡിങ് മണി അതുപോലെ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഈ 2 കാര്യം അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബാങ്കിൻ്റെ കുറച്ച് സർവീസസുകളാണ്. എന്തൊക്കെയാണ്? കളക്റ്റിംഗ് എമൗണ്ട് ഡ്യൂ ദ കസ്റ്റമർ ലൈക്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഇതൊക്കെ കളക്ട് ചെയ്യുക. അതുപോലെ പേയ്മെൻറ്റ് ഓഫ് ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ്സുകൾ സ്വീകരിക്കുക, മേക്ക് ചെയ്യുക. അതുപോലെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുക, ട്രാവലർ ചെക്ക് ഇഷ്യൂ ചെയ്യുക, നമ്മുടെ ലോക്കർ ഫെസിലിറ്റീസുകൾ കൊടുക്കുക, വാല്യബിൾ ആയിട്ടുള്ള അസറ്റ്സുകൾ, വാല്യബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകൾ, ഇപ്പോൾ ഗോൾഡും അങ്ങനെയുള്ളതൊക്കെ എന്താണ് സേഫായിട്ട് വെക്കാനുള്ളൊരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ എന്താണ് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സർവീസസുകൾ ബാങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ബാങ്കിൻ്റെ സർവീസസ്. ബാങ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓഫ് എ ലെൻഡിങ് ഓഫ് മണി അനദർ ഫങ്ഷൻസ് ഓഫ് ബാങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. 2 ഫംഗ്ഷനായിട്ട് മെയിനായിട്ട് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് ഓഫ് മണി കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് സർവീസസുമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ടൈപ്സ് ഓഫ് ബാങ്ക് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ബാങ്ക് 3 രീതിയിലുള്ള ബാങ്കുകളാണ് ഉള്ളത്. ഒന്ന് സേവിങ് ബാങ്ക്, രണ്ടാമത്തെ കറണ്ട് സേവിങ് ബാങ്ക് അക്കൗണ്ട്,
നോക്കുക, ഹെഡിങ് മാറിയ ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് കേട്ടോ. സേവിങ് ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഇങ്ങനെ 3 രീതിയിലുള്ള സേവിങ് ബാങ്ക് അക്കൗണ്ട്സുകളാണ്, 3 രീതിയിലുള്ള ബാങ്ക് അക്കൗണ്ട്സുകളാണുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് സേവിങ് ബാങ്കാണ്. സേവിങ് ബാങ്ക് പറഞ്ഞാൽ സേവിങ് അക്കൗണ്ട്സ് പറഞ്ഞാൽ എന്താ, സേവിങ്സ് അക്കൗണ്ട് പറഞ്ഞാൽ സെർട്ടൻ റെസ്ട്രിക്ഷൻസുകളുള്ള ഒരു അക്കൗണ്ടാണ് കേട്ടോ. നമ്പർ ഓഫ് എമൗണ്ട് ഓഫ് വിഡ്രോവൽസിനെ കുറച്ച് സെർട്ടൻ റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സേവിങ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇത് എന്താണ്, ബിസിനസ് പർപ്പസിന് അത്ര സ്യൂട്ടബിൾ അല്ല കേട്ടോ. നോട്ട് കൺസിഡേർഡ് സ്യൂട്ടബിൾ ഫോർ എ ബിസിനസ് പർപ്പസ്. ഓക്കെ. ദെൻ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാലോ, കറണ്ട് അക്കൗണ്ട് എപ്പോഴും എന്താണ്, ബിസിനസ്മാൻമാർ എടുക്കുന്ന അക്കൗണ്ട്സാണ് കൂടുതലായിട്ടും കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എത്ര വിഡ്രോവൽസുകളും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്പർ ഓഫ് ഐറ്റംസിൽ കറണ്ട് അക്കൗണ്ട്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ബിസിനസ്മാൻമാർക്ക് കൂടുതലായിട്ടുള്ള ട്രാൻസാക്ഷൻസുകൾ നടത്തുമ്പോൾ ഒരുപാട് എന്ത് വരുന്നുണ്ട്, നമ്പർ ഓഫ് ടൈംസിൽ വിഡ്രോവൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് കറണ്ട് അക്കൗണ്ട്സ് ബിസിനസ്മാൻമാർക്ക് സ്യൂട്ടബിൾ ആണ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫിക്സ്ഡ് പീരീഡ് അവിടെ കൊടുത്തുകൊണ്ട്, അഥവാ മെച്യൂരിറ്റി പീരീഡ് എടുത്തുകൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സുകളാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു എക്സ്പയറി ഡേറ്റ് അവിടെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേം സേവിങ്സുകളാണ് കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. നമുക്ക് ഒരു ബാങ്കിൽ അക്കൗണ്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജുകളാണ് ഉള്ളത് നോക്കാം. നൊവേ ഡേയ്സിൽ ആർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരില്ല. എല്ലാവർക്കും എന്താണ്, ഒരു സ്മാൾ എമൗണ്ട് എങ്കിലും, സ്മാൾ ഓഫ് മണി എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ഇല്ലാത്തവരില്ല എന്നല്ലേ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഒന്നാമത്തത് മണി ഈസ് സേഫ് ആൻഡ് ഇറ്റ് ആൾസോ ഏൺഡ് ഇൻ എ സം ഇൻട്രസ്റ്റ് അല്ലേ. നമുക്ക് ഇതെന്താണ്, നമുക്ക് മണി സേഫായിട്ട് എടുക്കാനും അതോടുകൂടി നമുക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു രീതിയും കൂടിയാണ് ബാങ്ക് അക്കൗണ്ട്സിൽ നടക്കുന്നത്. ദെൻ അതുപോലെ വേരിയസ് ടൈപ്സ് ഓഫ് ലോൺസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അതുപോലെ നമ്മുടെ ചെക്കുകൾ ഇഷ്യൂ ചെയ്തിട്ട് അതിന് ഈസി ആയിട്ടും സേഫായിട്ടും നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ചെക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ നമുക്ക് പണം ആർക്കും എപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ബില്ലും ചെക്കുകളും ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ബില്ലും ചെക്കൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ അറ്റ് ലാസ്റ്റ് എന്താ പറഞ്ഞത്, ഇത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ദ ബാങ്ക് അല്ലേ. ഡിബഞ്ചേഴ്സും ഡിവിഡൻറ്റും ഓൺ ഷെയർസിനും അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൽ നിന്നുള്ള കിട്ടുന്ന ഇൻട്രസ്റ്റും ഷെയർസിൻ്റെ മുകളിൽ കിട്ടുന്ന ഡിവിഡൻറ്റും ഇതൊക്കെ എന്താണ് ഒരു ബാങ്ക് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ബെനിഫിറ്റാണ് അല്ലേ, അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇൻഷുറൻസ് പ്രീമിയം, പെൻഷന്, സബ്സ്ക്രിപ്ഷൻസ് ഇതെല്ലാം നമ്മുടെ പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ ബാങ്ക് സ്വീകരിച്ചിട്ട് അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസുകളായിട്ട് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആറാമത്തെ എത്രയേ ഉള്ളൂ, ബാങ്ക് എന്താണ് ഒരുപാട് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ കളക്ഷൻസിൻ്റെ കൂടെ നമുക്ക് ഡിബഞ്ചറിൻ്റെ മുകളിലെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്, ഷെയറിൻ്റെ മുകളിൽ ഡിവിഡൻറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം അടക്കാൻ സഹായിക്കുന്നുണ്ട്, പെൻഷൻ അടക്കാനും പെൻഷൻ തരാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹൗ ടു ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് അല്ലേ. നമുക്ക് എല്ലാവർക്കും അക്കൗണ്ട്സ് ഉള്ളവരാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സാണ് ഇനി പറയുന്നത്. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നും അതിൻ്റെ ഓപ്പറേഷൻസും കേട്ടോ, അതെങ്ങനെ നമുക്ക് പ്രോസസ്സ് നടത്താം എന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അല്ലേ, ഫസ്റ്റിൽ നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്, ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം നമുക്ക് ബാങ്ക് തരും, അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ. എന്നിട്ട് നമ്മൾക്ക് ഒരു വ്യക്തി ഒരു
ഒരു അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുള്ള ഒരാൾ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കണം, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ബാങ്ക് പറയുന്നുണ്ട്. എല്ലാ ബാങ്കും അങ്ങനെ സ്വീകരിക്കാറൊന്നുമില്ല, എന്നാലും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇനി അതിൽ ബാങ്ക് സാറ്റിസ്ഫൈ ആണെങ്കിൽ ആൾ എന്ത് ചെയ്യാണ്, ഈ വ്യക്തിക്ക് ഒരു ചെറിയൊരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും, ഇയാൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നമ്മളെക്കുറിച്ച് അന്വേഷിക്കും. അതിൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മളുടെ ബാങ്ക് പറയും ഒരു 2000 രൂപ വെച്ചിട്ട് ഒരു ഫസ്റ്റ് ഇനീഷ്യൽ എമൗണ്ട് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ നിങ്ങൾ ഈ എമൗണ്ട് കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ഓപ്പണാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു എമൗണ്ട് കൊടുത്ത ശേഷം നമ്മുടെ പേര് വെച്ച് നമുക്ക് അക്കൗണ്ട് ഓപ്പണാക്കി തരുന്നു. അക്കൗണ്ട് ഓപ്പണായി. ഇനി അതിന് ശേഷം നമുക്ക് ബാങ്ക് ഒരു കസ്റ്റമർ ID തരും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഈസി ആയിട്ട് ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ ID അഥവാ ഒരു അക്കൗണ്ട് നമ്പർ നമുക്ക് തരും എന്നുള്ളതാണ്. ഇനി അതിന് ശേഷം നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. എന്തൊക്കെയാണത്? പാസ്ബുക്ക് കിട്ടുമല്ലോ. പാസ്ബുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഒരു അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും പാസ്ബുക്ക് ഉണ്ടാവും. ഈ പാസ്ബുക്ക് എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. ദെൻ രണ്ടാമത്തേത് പേ ഇൻ സ്ലിപ്പ് നമുക്ക് കിട്ടും. ദെൻ അതുപോലെ ചെക്ക് ബുക്കും കിട്ടും. ഈ 3 കാര്യങ്ങൾ നമുക്ക് ബാങ്കുകാർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും എന്നുള്ളതാണ്. ഈ 3 സാധനങ്ങൾ നമുക്ക് ബാങ്ക് തരും. നമ്മുടെ അക്കൗണ്ട് ഓപ്പണായി കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ നമുക്ക് തരും. ഓക്കെ. ഇനി പാസ്ബുക്ക് എന്താണ്? പാസ്ബുക്ക് എന്ന് പറയുന്നത് കസ്റ്റമറുടെ അക്കൗണ്ടിൻ്റെ ഒരു കോപ്പിയാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അക്കൗണ്ടിൻ്റെ ഒരു കോപ്പിയാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. കറണ്ട് നമ്മുടെ ആ ഒരു അക്കൗണ്ട്സിൻ്റെ കോപ്പിയാണ്. ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സേവിങ് അക്കൗണ്ടിനും അതുപോലെ ഫിക്സഡ് അക്കൗണ്ടിനും മാത്രമാണ് എന്തുണ്ടാവുക, ഈ ഒരു പാസ്ബുക്ക് ഉണ്ടാവുക. കറണ്ട് അക്കൗണ്ട്സിന് ദ ബാങ്ക് മേ നോട്ട് ഇഷ്യൂ ദ പാസ്ബുക്ക്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് പാസ്ബുക്ക് ഇഷ്യൂ ചെയ്യാറില്ല. ഓക്കെ. അപ്പം ബാക്കി 2 അക്കൗണ്ട്സ് ഹോൾഡേഴ്സിനാണ് എന്ത് ചെയ്യുക, പാസ്ബുക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഒരു പകർപ്പാണ് ശരിക്കും പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഈ പാസ്ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ബാങ്കിൻ്റെ ഒരു ലെഡ്ജറായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൊടുത്തതും വാങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഒരു അക്കൗണ്ട്സ് എന്ന രീതിയിലാണ് ഇത്. ബാങ്കിൻ്റെ ഒരു ലെഡ്ജറാണ് ശരിക്കും പാസ്ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഇത് നോക്ക്, മീൻസ് അതിൻ്റെ ഒരു ഫോർമാറ്റ്, പാസ്ബുക്കിൻ്റെ ഡേറ്റ്, പർട്ടിക്കുലർ, വിഡ്രോവലാണെങ്കിൽ ഡെബിറ്റ് സൈഡിലേതും, ഡെപ്പോസിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേതും കേട്ടോ. ഇനി അതിൻ്റെ 2ൻ്റെയും ബാലൻസ് ചെയ്തും ദെൻ ഇനീഷ്യലായിട്ട് അവിടെ കൊടുക്കും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് എൻറ്റേർഡ് ഡെപ്പോസിറ്റ് ഇൻ ക്രെഡിറ്റഡ് എമൗണ്ട് വിഡ്രോൺ എൻറ്റർ ഇത് വിഡ്രോവൽ ഡെബിറ്റഡ് ആഫ്റ്റർ ഡെപ്പോസിറ്റ് വിഡ്രോവൽ. ഇതിൻ്റെ ബാലൻസ് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് പാസ്ബുക്കിൻ്റെ ആ ഒരു ബാലൻസ് കോളത്തിൽ എഴുതും. ക്രെഡിറ്റിൻ്റെയും ഡെബിറ്റിൻ്റെയും ബാലൻസ് വർക്കൗട്ട് ചെയ്തിട്ട് അവിടെ കാണിക്കും കേട്ടോ. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടത് പേ ഇൻ സ്ലിപ്പാണ്. അതും നമ്മുടെ ഫോർമാറ്റ് ഇതിലുണ്ട് അല്ലേ. നോക്കാം. പേ ഇൻ സ്ലിപ്പ് കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മൾ പണം കൊടുക്കുക ചെയ്യുന്നത്, പണം അടക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്ലിപ്പാണ് പേ ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് 2 പാർട്ടാണ് ഇതിലുള്ളത്. കണ്ടിട്ടില്ലേ? 2 പാർട്ട് ഉണ്ടാകും. ഒന്ന് ബാങ്കുകാർക്കും ആയിരിക്കും, ഒന്ന് നമുക്കും തരുമല്ലോ അല്ലേ. അപ്പം ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ കൗണ്ടർ ഫോയിൽ എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിനെ നമ്മൾ പേ ഇൻ സ്ലിപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ഇപ്പോൾ സബ്മിറ്റ് ബാങ്ക് എലോങ് വിത്ത് എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ്, ബാങ്ക് സ്റ്റാമ്പ് ആൻഡ് കൗണ്ടർ ഫോയിലിന് ഗിവ് ടു എന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ കൗണ്ടർ ഫോയിൽ ഉണ്ടല്ലോ അത് നമുക്ക് സൈൻ ചെയ്ത ആൾ തരും. മറ്റേത് രണ്ടാമത്തെ പാർട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ പേ സ്ലിപ്പ് എന്നത് അത് ബാങ്കുകാർ സ്റ്റാമ്പ് പൊട്ടിച്ചിട്ട് അവിടെ ഒരു സേഫായിട്ട് വെക്കും എന്നുള്ളതാണ്. ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പേ സ്ലിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ഭാഗമാണ് പേ സ്ലിപ്പിന് ഉണ്ടാവുക. അപ്പോൾ ഇത് ഒന്നാമത്തെ ഭാഗം എന്താണ്, കൗണ്ടർ ഫോയിലാണ്. സെക്കൻഡ് പാർട്ട് ഇതിൽ പേ സ്ലിപ്പാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ.
നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ചെക്ക് ബുക്കാണ് കേട്ടോ. നെക്സ്റ്റ് ചെക്ക് ബുക്കാണ്. ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ചെക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഇതും നമുക്ക് ബാങ്കുകാർ പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നമ്മുടെ വിഡ്രോവൽ ഓഫ് മണിയാണ് അല്ലേ. ചെക്ക് ഈസ് എ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ എ വിഡ്രോവിങ് മണി ഫ്രം ദ ബാങ്ക്. നമുക്ക് ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചെക്ക് ബുക്ക് എങ്ങനെയായിരിക്കും? കുറേ ലീഫുകളുള്ള ഒരു കുറേ പേജുകളുള്ള ഒരു ബുക്കാണ് ശരിക്കും ചെക്ക് ബുക്കാണ്. കണ്ടിട്ടില്ലേ? 10, 20, 50 പേജുകൾ ലീവ്സുകൾ അടങ്ങിയ ഒരു ബുക്കാണ് ചെക്ക് ബുക്ക് അല്ലേ. അതാണ് മനസ്സിലാക്കേണ്ടത്. ചെക്ക് എഴുതുന്ന ആളാണ് ആര്? നമ്മുടെ ചെക്ക് ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പേഴ്സൺ ഹു ഡ്രോ ചെക്ക് ഈസ് കോൾഡ് ഡ്രോയർ. ചെക്ക് ഡ്രോ ചെയ്യുന്ന ആളാണ് ഡ്രോയർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ബാങ്ക് ഫ്രം എ ചെക്ക് ഇൻ എ ഡ്രോവർ ഈസ് എ കോൾഡ് ഡ്രോയി. ഡ്രോയി ആണ് ആര്? ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡ്രോയി ആണ് ബാങ്ക്. ആരതാണോ ചെക്ക് ഉള്ളത് ആ വ്യക്തിയുടെ അക്കൗണ്ട് ഹോൾഡറെയാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ബാങ്ക് ഇതിൽ ബാങ്കാണ് ഡ്രോയി എന്ന് പറയുന്നത്. അക്കൗണ്ട് ഹോൾഡറാണ് ഡ്രോയർ. ആരതാണോ ചെക്ക് ഉള്ളത് ആളെ നമ്മൾ ഡ്രോയർ എന്ന് പറയുന്നു. ബാങ്കിനെ അല്ലെങ്കിൽ ആർക്കാണോ കൊടുക്കുന്നത്, നമ്മൾ ബാങ്കിനാണ് കൊടുക്കുന്നത് അല്ലേ, ആളെ നമ്മൾ എന്ത് അറിയുന്നു? ഡ്രോയി. ബാങ്കിനെ നമ്മൾ ഡ്രോയി എന്ന് പറയുന്നു. ഇനി പേയി ഉണ്ട് ഇതിൽ. പേയി ആരാ? ക്യാഷ് റിസീവ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ പേയി എന്ന് പറയുന്നത് കേട്ടോ. ക്യാഷ് റിസീവ് ചെയ്യുന്ന ആളെ നമ്മൾ പേയി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡ്രോയറും പേയും ചിലപ്പോൾ ഒന്നാവാം. എൻ്റെ ചെക്ക് ഞാൻ തന്നെ പോയിട്ട് കൊടുത്തിട്ട് ക്യാഷ് മേടിക്കുന്നു. ഇതെന്താണ്? ഇവിടെ രണ്ടും ഞാൻ തന്നെയാണ് അല്ലേ. ഡ്രോയറും പേയും സെയിം ആണ്. ഓക്കെ, ഇതാണ് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ചെക്കുകൾ പല രീതിയിലുള്ള ചെക്കുകളുണ്ട്. ബിയറർ ചെക്ക് ഉണ്ട്, ഓർഡർ ചെക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓർഡർ ചെക്ക് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള അതാണെങ്കിൽ ഓർഡർ ചെക്ക് എന്ന് പറയുന്നത്. ഓപ്പൺ ചെക്ക് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്ത് പറയാത്തത്. ബിയറർ ചെക്ക് പറഞ്ഞാൽ അപ്പം നോക്കട്ടോ. എന്താ ഇതിൽ എന്താണ് മോളെ? നോക്കാം, ബിയറർ ചെക്കും ഉണ്ട്, അതുപോലെ ഓർഡർ ചെക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഓർഡർ ചെക്ക് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ ചെക്കാണ്. ബിയർ ചെക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത് ക്രോസിങ് ചെക്കാണ് കേട്ടോ. ക്രോസിങ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെക്കിൻ്റെ മുകളിൽ 2 പാരലൽ ലൈൻസുകൾ ഡ്രോ ചെയ്യുന്ന ചെക്കുകളാണ് ക്രോസിങ് ചെക്ക് എന്ന് പറയുന്നത്. 2 പാരലൽ അല്ലേ, 2 വര വരക്കുന്നത്. ചെക്കിൻ്റെ ഫേസിൽ, ചെക്കിൻ്റെ മുൻവശത്ത് സൈഡിലെ ഒരു ക്രോസായിട്ട് 2 വര വരക്കുന്നതിനെയാണ് ക്രോസിങ് ചെക്ക് എന്ന് പറയുന്നത്. ഇനി ആ ക്രോസിങ് ചെക്കിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും അത് ക്രോസ്ഡ് ചെക്കാണ്. ഇനി കാൻഡ് കമ്പനിന്നോ നോട്ട് നെഗോഷ്യബിൾ എന്നോ അതുപോലെ അക്കൗണ്ട് പേയി എന്നോ ഒക്കെ എഴുതിയാണെങ്കിൽ അവിടെ അതും എന്താണ്? ക്രോസിങ് ചെക്കാണ് കേട്ടോ. അത് ഇപ്പോൾ ആൻഡ് കമ്പനി, അക്കൗണ്ട് പേയി, നോട്ട് നെഗോഷ്യബിൾ ഇതൊക്കെ എഴുതിയതാണെങ്കിൽ അതിനെ നമ്മൾ ജനറൽ ക്രോസിങ് ചെക്ക് എന്ന് പറയുന്നു.
ക്ലിയർ ആയല്ലോ. ഇനി സ്പെഷ്യൽ ക്രോസിംഗ് ചെക്ക് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ പേര് സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ജനറൽ ക്രോസിങ്ങും സെയിം ആണ്. കാരണം അവിടെ നമ്മൾ ഈ ക്രോസിംഗ് ഇങ്ങനെ 2 വര വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെക്ക് നമ്മൾ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കൗണ്ടറിലൂടെ നമുക്ക് പണം കിട്ടില്ല. അത് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? നമ്മുടെ അക്കൗണ്ടിലൂടെ മാത്രമാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു ചെക്ക് കളഞ്ഞു കിട്ടി വിചാരിച്ചിട്ട് അത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ക്രോസ് ചെയ്തതാണെങ്കിൽ നമുക്കൊരിക്കലും എന്താണ് അത് അക്കൗണ്ട് പേയിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അത് പേയ്മെൻറ്റ് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആ അക്കൗണ്ട് ഹോൾഡർ മാത്രം വന്നാൽ ആ അക്കൗണ്ട് പേയ് മാത്രം വന്നാൽ ഉള്ളൂ അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അക്കൗണ്ടിലൂടെ മാത്രം ട്രാൻസ്ഫർ ചെയ്യാനേ ക്രോസിംഗ് ചെക്ക് കൊണ്ട് പറ്റുള്ളൂ. അതിൽ 2 ക്രോസിംഗ് ചെക്ക് ഉണ്ട്. ജനറലും സ്പെസിഫൈയും ഉണ്ട്, സ്പെഷ്യലും ഉണ്ട്. ജനറൽ പറഞ്ഞാൽ ആൻഡ് കമ്പനി അല്ലെങ്കിൽ ഒന്നും എഴുതാതെ 2 വര, അല്ലെങ്കിൽ ആൻഡ് കമ്പനി, അല്ലെങ്കിൽ അക്കൗണ്ട് പേ, നോട്ട് നെഗോഷ്യബിൾ, അങ്ങനെ എന്തെങ്കിലും. ഇത് സ്പെസിഫൈ ചെയ്ത് സ്പെഷ്യലാണെങ്കിൽ സ്പെസിഫൈ ചെയ്ത് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് SBI, ബാങ്ക് ഓഫ് ഫെഡറൽ ബാങ്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എൻഡോഴ്സ്മെൻ്റ് ആൻഡ് ഡിസോണേഴ്സ് ആണ് കേട്ടോ. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്കിൻ്റെ ബാക്കിൽ സൈൻ ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പേര് ബാക്കിൽ പേരും സൈനും കൊടുത്തിട്ട് കൊടുക്കുക. ഇനി ഞാൻ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ആളും എന്ത് ചെയ്യുക? ആളെ പേര് എഴുതിയിട്ട് അങ്ങനെ എത്ര വേണമെങ്കിലും എന്താണ് ചെക്കിൻ്റെ ബാക്കിൽ പേരും സൈനും എഴുതിയിട്ട് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചെക്കുകളുണ്ട്. ദെൻ ഡിസോണേഴ്സ് ചെക്ക് ഉണ്ട്. ഡിസോണേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ വരുന്നതാണ്, മടങ്ങി വരുന്ന ചെക്കുകളെയാണ് ഡിസോണേഴ്സ് ചെക്ക് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ഇപ്പോൾ ഒരു 5000 രൂപ ചെക്കാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൽ 3000 രൂപയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ചെക്ക് റിട്ടേൺ ആവും കേട്ടോ, ഡിസോണേഴ്സ് ആവും. അപ്പോൾ അത് ഇനി വാല്യൂ ഇല്ലാണ്ടായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ആയിട്ട് മടങ്ങി വരുന്ന ചെക്കുകളെയാണ് ഡിസോണേഴ്സ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിൽ സൈൻ ചെയ്യുക, അതിലുണ്ട് കറക്റ്റ് നോക്കുക. ഇറ്റ് ഈസ് ഡൺ ബൈ സൈനിങ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ചെക്ക് ആൻഡ് റിട്ടേൺ നെയിം ഓഫ് ദ പാർട്ടി ടു. നമ്മൾ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പേര് എഴുതുക, സൈൻ ചെയ്യുക, പേര് എഴുതുക. അപ്പോൾ അവർ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ സൈൻ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ പോകുന്ന ചെക്കുകൾ കേട്ടോ. ഓക്കെ, അതാണ് എൻഡോഴ്സ്മെൻറ്റ്. ഡിസോണേഴ്സ് ആണ് മടങ്ങി വരുന്ന ചെക്കുകളെയാണ് കേട്ടോ. റിട്ടേൺ വരുന്ന ചെക്കുകളാണ് ഡിസോണേഴ്സ് എന്ന് പറയുക. റിഫ്യൂസ്ഡ് ആയിട്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്ത ചെക്കുകളാണ് ഡിസോണേഴ്സ് ചെക്ക്. അതിന് കുറച്ച് റീസൺസുകൾ പറയുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് എന്താണ് 3 മാസം കഴിഞ്ഞിട്ടുള്ള ചെക്കാണെങ്കിൽ അത് വാലിഡ് അല്ല. പിന്നെ അതുപോലെ നമ്മൾ വേർഡ്സിലും ഫിഗറിലും എഴുതിയത് മിസ്മാച്ച് ആണെങ്കിൽ അവിടെ എന്തല്ല ഡിസോണേഴ്സ്, ആ ചെക്ക് പേയ്മെൻറ്റ് നടത്താൻ കഴിയില്ല, അത് ഡിസോണേഴ്സ് ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബാങ്കിൻ്റെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ബാങ്കിൽ കൊണ്ടുപോയി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ സഫീഷ്യൻറ്റ് ബാലൻസ് കീപ്പ് ചെയ്യാത്ത അക്കൗണ്ട്സിൽ നിന്ന് ചെക്കിൻ്റെ പേയ്മെൻറ്റ്സ് നടത്താൻ പറ്റൂല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, റീസൺസ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ചെക്കും ബാങ്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് 3 കോളംസ് ക്യാഷ് ബുക്കാണ്. 3 കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ സിംഗിൾ കോളം പഠിച്ചു, ഡബിൾ കോളം പഠിച്ചു. ഇനി നമ്മൾ ട്രിപ്പിൾ കോളാണ് അഥവാ 3 കോളം ക്യാഷ് ബുക്കാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. അതിൽ ഓരോ സൈഡിലും അഥവാ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ബാങ്ക് എന്നൊരു കോളം കൂടി ആഡ് ചെയ്ത് വരും. അപ്പം നമുക്ക് അവിടെ എത്ര കോളം വന്നു? ഫസ്റ്റത്തിൽ ക്യാഷ് മാത്രമാണ് സിംഗിളിൽ. സെക്കൻഡ് അഥവാ ഡബിളിൽ നമ്മൾ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും ആഡ് ചെയ്തു അല്ലേ. ഇനി ട്രിപ്പിളിലാണെങ്കിൽ ബാങ്ക് 2 സൈഡിലും ബാങ്ക് കോളം കൂടി ആഡ് ചെയ്യും. അങ്ങനെ 3 എമൗണ്ട് കോളംസുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ സൈഡിലും 3 കോളംസ്, എമൗണ്ടിന് വേണ്ടിയിട്ട് 3 കോളംസുകൾ കൊടുക്കാതെ എങ്ങനെയാണ് ഡിസ്കൗണ്ട് അലൗഡ് ക്യാഷ് ബാങ്ക് ഇങ്ങനെ 3 കോളംസ് ആയിട്ട് വരുന്ന ക്യാഷ് ബുക്കുകളാണ് എന്ത് ട്രിപ്പിൾ കോളം അല്ലെങ്കിൽ 3 കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ പറയുന്നത്?
ഇനി അതിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, റെക്കോർഡ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് നോക്കുക, ഡേറ്റ് പർട്ടിക്കുലർ, LF, ഡിസ്കൗണ്ട്, ക്യാഷ് ബാങ്ക്, ഡിസ്കൗണ്ട്, ക്യാഷ് ബാങ്ക്, ഈ 3 എണ്ണമാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. സിംഗിളിനും ഡബിളിനും വ്യത്യസ്തമാക്കുന്നത് ബാങ്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി റെക്കോർഡിംഗ് ദ ട്രിപ്പിൾ ഇതിൽ പറയുന്നത് ഓൾ ക്യാഷ് ഓർ റിക്വസ്റ്റിനെ റെക്കോർഡ് ടു ബി ഓൾ റെസിപ്റ്റ് ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് സൈഡിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് സൈഡിലുമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് കോൺട്രാ എൻട്രിയാണ്. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടിലും എഴുതുന്നത്, അഥവാ ക്യാഷ് കോളത്തിലെയും അതുപോലെ ബാങ്ക് കോളത്തിനെയും ബാധിക്കുന്നത്. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബാങ്ക് എന്ന് അങ്ങനെ മീൻസ് രണ്ടിനെയും ക്യാഷ് കൊടുത്തു ബാങ്കിക്ക് കൊടുത്തു നമ്മൾ പറയുമ്പോൾ ക്യാഷ് കൊടുത്തു ബാങ്കിലേക്കാണ് കൊടുത്തത് നമ്മൾ പറയുമല്ലോ, അങ്ങനെയാകുമ്പോൾ ക്യാഷ് കോളത്തിനെയും ബാധിക്കുന്നുണ്ട്, അതുപോലെ എന്തിനെയാണ് ബാധിക്കുന്നുണ്ട്, ബാങ്ക് കോളത്തിനെയും നമ്മൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലെയും ബാധിക്കുന്ന ഡബിൾ എൻട്രീസാണ്, മീൻസ് രണ്ടിനെയും ബാധിക്കുന്ന എൻട്രീസുകൾ വരുമ്പോൾ നമ്മൾ അതിനെ കോൺട്രാ എൻട്രി എന്നാണ് പറയുക കേട്ടോ. അതിൽ ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ഈസ് റെക്കോർഡഡ് ബാങ്ക് കോളം ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്യാഷ് കോളം. പിന്നെ ഇത് ഡെപ്പോസിറ്റ് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് 10,000 രൂപ ചെയ്തു, അപ്പോൾ നമുക്ക് ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം അല്ലേ. പിന്നെ നമ്മൾ ക്യാഷാണ് കൊടുത്തത്, അപ്പോൾ ക്യാഷിൻ്റെ കോളത്തിൽ ക്രെഡിറ്റ് സൈഡിലും എഴുതണം. അപ്പോൾ രണ്ടിനെയും ബാധിച്ചല്ലോ, മനസ്സിലായോ? ഇതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി വിഡ്രോ ചെയ്തു എന്ന് പറയാം. ബാങ്കിൽ നിന്ന് നമ്മൾ ഇത്ര ക്യാഷ് വിഡ്രോ ചെയ്തു, 10,000 രൂപ വിഡ്രോ ചെയ്തു എന്ന് പറയാം. അപ്പം നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താണ് അപ്പോൾ അതിൽ ക്യാഷ് കോളം അതിൻ്റെ ക്രെഡിറ്റ് സൈഡ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈസ് എ റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് എ ക്യാഷ് കോളം. ക്ലിയർ ആയോ? ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് എ ബാങ്ക് കോളം. വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഡെപ്പോസിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി. അപ്പോൾ അത് രണ്ട് കോളത്തിനെയും ബാധിക്കും എന്നുള്ളതാണ്, അതിനെയാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. 3 കോളത്തിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കുക, എക്സെപ്റ്റ് പിന്നെ കോൺട്രാ എൻട്രീസ് കേട്ടോ. കോൺട്രാ എൻട്രീസിൽ അല്ലാത്ത എക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. കോൺട്രാ എൻട്രി രണ്ടിനെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കട്ടെ. അതല്ലാണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ബാങ്ക് അക്കൗണ്ട് അല്ലേ. ക്രെഡിറ്റ് അക്കൗണ്ട് ഇസ് കൺസിഡേർഡ് ലെഡ്ജർ റൈറ്റിംഗ് ബൈ ക്യാഷ് അക്കൗണ്ട് ഇസ് എ ക്യാഷ് കോളംസ് ബൈ ബാങ്ക് ഒക്കെ എൻട്രീസ് ബാങ്ക് കോളംസ്. ബാങ്ക് അക്കൗണ്ട്സിൻ്റെ കേസ് ആണെങ്കിൽ ബൈ ബാങ്ക് കോളം എന്ന് എഴുതുക കേട്ടോ. ബാങ്ക് കോളം ബൈ ക്യാഷും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. മറ്റേത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ 2 കോളംസിൽ ഡെബിറ്റ് സൈഡിൽ 2 ആണെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ ഡിസ്കൗണ്ട് അലൗഡും ബൈ ഡിസ്കൗണ്ട് റിസീവ്ഡും ഉണ്ടായിരിക്കും. അപ്പോൾ അതും ആ രീതിയിൽ തന്നെ റെസിപ്റ്റുകളെല്ലാം എവിടെയാണ് ഡെബിറ്റിലും പേയ്മെൻറ്റ്സുകളെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 4. അപ്പോൾ 3ഉം 4ഉം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ കേട്ടോ ഓർത്ത് വെച്ചോ. അതോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ശരി കേട്ടോ.